ഫുട്ബോളിലെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിൽ ഒരു അപൂർവ സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അയർലൻഡിനെതിരെ പോർച്ചുഗൽ 2-0 പരാജയപ്പെട്ടതിന് പിന്നാലെ ടീം ക്യാപ്റ്റൻ കൂടിയായ റൊണാൾഡോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചത് കായിക ലോകത്തെ പ്രധാന വാർത്തയായി. 22 വർഷം നീണ്ട അദ്ദേഹത്തിന്റെ സീനിയർ ടീം കരിയറിൽ പോർച്ചുഗലിനായി ലഭിക്കുന്ന ആദ്യ ചുവപ്പ് കാർഡാണിത്. നവംബർ 13 വ്യാഴാഴ്ച നടന്ന മത്സരത്തിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അയർലൻഡ് ഡിഫൻഡർ ഡാര ഓഷിയയുമായി റൊണാൾഡോ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇരു താരങ്ങളും തമ്മിൽ പന്ത് കൈവശപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ കടുത്ത വാക്കേറ്റവും കയ്യേറ്റ ശ്രമങ്ങളും നടന്നു. മത്സരത്തിന് ചുമതലയുണ്ടായിരുന്ന റഫറി ഗ്ലെൻ നൈബർഗ് ആദ്യം റൊണാൾഡോയ്ക്ക് ഒരു മഞ്ഞ കാർഡ് മാത്രമാണ് നൽകിയത്. എന്നാൽ ഉടൻ തന്നെ VAR പരിശോധന ആവശ്യപ്പെടുകയും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം റഫറി തന്റെ തീരുമാനം തിരുത്തുകയും ചെയ്തു. തുടർന്ന് റൊണാൾഡോയ്ക്ക് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് നൽകുകയായിരുന്നു. 2003 പോർച്ചുഗൽ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം 226 മത്സരങ്ങൾ രാജ്യത്തിനായി കളിച്ച റൊണാൾഡോയ്ക്ക് സീനിയർ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ലഭിക്കുന്ന ആദ്യത്തെ ചുവപ്പ് കാർഡാണിത്. ഈ സംഭവം താരത്തിന്റെ കരിയറിലെ ഒരു കറുത്ത പാടായി മാറി. ഈ ചുവപ്പ് കാർഡ് പോർച്ചുഗലിന്റെ ലോകകപ്പ് യോഗ്യതാ യാത്രയെ സങ്കീർണമാക്കിയിരിക്കുകയാണ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി നവംബർ 16 ഞായറാഴ്ച അർമേനിയക്കെതിരെ നടക്കാനിരിക്കുന്ന അടുത്ത ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് കളിക്കാനാവില്ല. 2026 ഫിഫ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാൻ പോർച്ചുഗലിന് അർമേനിയക്കെതിരായ ഈ മത്സരം വിജയിച്ചേ തീരൂ. ഈ നിർണായക മത്സരത്തിൽ റൊണാൾഡോയുടെ അഭാവം ടീമിന് കനത്ത തിരിച്ചടിയാണ്. പോർച്ചുഗൽ ഈ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ ടീമിന് പ്ലേ ഓഫിലൂടെ മാത്രമേ ലോകകപ്പിന് പ്രവേശനത്തിന് സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ സസ്പെൻഷൻ ടീമിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. അയർലൻഡിനെതിരായ തോൽവിക്കും റൊണാൾഡോയുടെ ചുവപ്പ് കാർഡിനും ശേഷം പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രതികരിച്ചു. ഇതൊരു നിർഭാഗ്യകരമായ സംഭവമാണ്, എങ്കിലും ടീം മുന്നോട്ട് പോകും. കളിക്കളത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. റൊണാൾഡോയുടെ സസ്പെൻഷൻ കാലാവധി സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങൾ ഫിഫയുടെ അച്ചടക്ക സമിതിയാണ് എടുക്കുക. അദ്ദേഹത്തിന്റെ അഭാവത്തിലും ടീം ശക്തമായി തിരിച്ചുവരും. മത്സരത്തിൽ അയർലൻഡിന്റെ ഗോളുകൾ നേടിയത് ഷെയ്ൻ ലോഫ്റ്റസ്-ചീക്കും ട്രെന്റ് ചാലോബയുമാണ്. ലോകകപ്പ് യോഗ്യതയുടെ സമ്മർദ്ദത്തിൽ ടീം പരാജയപ്പെട്ടത് ആരാധകർക്ക് വലിയ നിരാശ നൽകി. കായിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് റൊണാൾഡോയുടെ അഭാവത്തിൽ പോർച്ചുഗൽ ടീം അർമേനിയയോടുള്ള മത്സരത്തിൽ പുതിയ തന്ത്രങ്ങളും ആക്രമണ ശൈലികളും ആവിഷ്കരിക്കേണ്ടി വരുമെന്നാണ്. യുവതാരങ്ങൾക്ക് ഈ അവസരം മുതലെടുക്കാനായാൽ ടീമിന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. 40 വയസ്സുകാരനായ ഈ സൂപ്പർ താരം ഇപ്പോഴും ലോക ഫുട്ബോളിന്റെ മുൻനിരയിലുണ്ടെങ്കിലും ഈ ചുവപ്പ് കാർഡ് പോർച്ചുഗലിന്റെ ലോകകപ്പ് യോഗ്യതാ യാത്രയെ സങ്കീർണമാക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരിക്കുന്നു. നിർണായകമായ അർമേനിയക്കെതിരായ മത്സരത്തിന്റെ ഫലത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ.